സുഹൃത്തുക്കളെ, നട്ടുച്ച നേരമാണ്. 1 മണി കഴിഞ്ഞ നേരം. നമ്മുടെ 3-ാം ഘട്ടം പൈനാപ്പിൾ സീസണിലെ ചക്കകൾ കാണിച്ചു തരാം. ഇത് പോസ്റ്റ് ഹാർവസ്റ്റ് റെഡ് എന്ന് പറയും. അതായത് വിളവെടുത്തതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഓറഞ്ചിഷ് റെഡ് ഷെയ്ഡിലോട്ട് കയറി വരും. അങ്ങനെയാണ്. പിന്നെ നമുക്കിതിൻ്റെ തണ്ട് കനം കണ്ട, ഈ തണ്ട് ഇത്രയും കനമുണ്ട്. അപ്പോൾ ഇത്രയും കനമുള്ള സ്ഥിതിക്ക് അത്യാവശ്യം വലുപ്പം വരുന്ന ചക്കയായിരിക്കും ഇത്. പിന്നെ ഇത് കണ്ടോ, 1 2 3, അപ്പുറത്തുണ്ടോ നോക്കട്ടെ കേട്ടോ, 4 5 1 2 3 4 5 6 6 തൈകൾ വന്നിട്ടുണ്ട്. പോരാത്തതിന് മുകളിൽ നോക്ക്, ഡബിൾ ഹെഡാണ് കണ്ടോ, 6 തൈകളാണ്, പിന്നെ ഡബിൾ ഹെഡാണ്. അപ്പോൾ ഫലത്തിൽ ഇത് 8 നടീൽ വസ്തു കിട്ടും. 8 നടീൽ വസ്തു. അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇന്നിപ്പോൾ ഫെബ്രുവരി 19 ഫെബ്രുവരി 19 ഇതിങ്ങനെ പൂ വിരിഞ്ഞത് ഫെബ്രുവരി 1-ാം തീയതി പൂ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ വിളവെടുപ്പ് കാലാവധി എന്ന് പറഞ്ഞാൽ 120 ദിവസമാണ്, അതായത് 4 മാസം. അപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ഒരു മെയ് അവസാനം ജൂൺ ആദ്യമായിട്ട് നമുക്കിതിൻ്റെ പഴം കട്ട് ചെയ്ത് റിവ്യൂ എടുക്കാൻ പറ്റും. ഒപ്പം തൈകൾ 8 എണ്ണം വിൽപ്പനയ്ക്കും ഉണ്ടാവും. പിന്നെ ഇത് മൾട്ടി ഹെഡ് റെഡ് എന്ന് പറഞ്ഞാണ്, കായ്ച്ചിട്ടില്ല. ഇത് കായ്ച്ചതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. തീരെ ചെറിയ ചെടിയാണ്. പക്ഷെ എന്താ പ്രശ്നമെന്ന് അറിയാം, ഈ ചെറിയ ചെടി വലുപ്പത്തിൽ കുഴിച്ചിട്ടത് കൊണ്ടോ അതോ വലിയ വളത്തിൻ്റെ കുറവുകൊണ്ടൊക്കെയോ ഇത് വലിപ്പമില്ല. ക്രൗണാണ്. ക്രൗണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട്, ക്രൗണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് ഒരുപാട് സക്കറും സ്ലിപ്പെന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ ചെടിയുടെ അടിയിൽ നിന്ന് പൊട്ടുന്നത്. അതായത് അവിടെ ഞാൻ ഒരു 5-6 എണ്ണിയില്ലേ, അതുപോലത്തെ. അപ്പോൾ ഇത് 2-ാമത്തെ കേട്ടോ. ഇതിലെനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഇത് MD7 ഞാൻ കുഴിച്ചിട്ടത്. ഇത് പിന്നെ നമ്മുടെ എന്താ പറയുക, മേഘാലയയുടെ പൈനാപ്പിൾ. ഇതിപ്പോൾ കൺഫ്യൂഷനായി. അല്ല, ഇതാണ് മേഘാലയയുടെ കേട്ടോ. കാരണം ഈ തണ്ട് മുറിച്ചത് മേഘാലയ, ഇത് MD7. അല്ലെങ്കിൽ നമ്മളിത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അപ്പോൾ തിരിച്ചറിയുന്നത്. സാധാരണക്കാർ ഒക്കെ ആണെങ്കിൽ പൈനാപ്പിൾ ചക്ക കണ്ടാലൊക്കെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്ന് പേരെഴുതി വയ്ക്കുന്നതാണ് നല്ലത്. ഇവൻ ഏതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവൻ്റെ തണ്ട് കനം കണ്ടിട്ട് വലിപ്പമുള്ള സൈസ് തന്നെയാണ്. അപ്പോൾ ഒരു ചക്കയുടെ അടിയിൽ നിന്ന് എത്ര കനത്തിലാണ് തണ്ട് വരുന്നത് അത്രയും വലിപ്പം ചക്കയ്ക്ക് ഉണ്ടാവും. ഇതാണോ അതാണോ ക്യൂ എന്നെനിക്കറിയില്ല. ഇതിൻ്റെ ഫോട്ടോ ഇതേതാ ഇനമെന്ന് അറിയില്ല. ഇത് കായ്ച്ചു കഴിഞ്ഞിട്ട് നമുക്കറിയാൻ പറ്റുള്ളൂ. ക്യൂ ആണോ എന്നറിയില്ല. ഇത് അത്യാവശ്യം വലിപ്പം കാണിക്കുന്നതാണ്. കണ്ടോ, തണ്ടൊക്കെ നല്ല രീതിയിൽ കനത്തിൽ വരുന്നുണ്ട്. കണ്ടോ, എൻ്റെ തണ്ടിന് ഇത്ര കനമുണ്ട്. നല്ല വെയിലായതുകൊണ്ടോ ഇനം അറിയില്ല ഏതാണ്. പിന്നെ ഓർണമെൻ്റൽ ബേബി പർപ്പിളിൻ്റെ കായ്ച്ചിട്ടില്ല, പക്ഷെ 3 തൈ ഉണ്ട്. 200 രൂപയുള്ളൂ, വേണ്ടവർക്ക് തരാം. ഇത് മലേഷ്യൻ ജയൻ്റ് ആണെന്നുള്ള ധാരണയിലാണ് നിൽക്കുന്നത്. കായ്ച്ചു കഴിഞ്ഞാൽ അറിയാം. ഞാൻ പ്രീമിയം കളക്ഷൻ പൈനാപ്പിളിൽ വാട്ടർമെലൺ കായ്ച്ചതായിട്ട് ഞാൻ നിങ്ങളെ അറിയിച്ചിരുന്നു. ആ വാട്ടർമെലൻ്റെ പൈനാപ്പിളിൻ്റെ അപ്ഡേറ്റാണ്. ഇത്രയൊക്കെയായി വാട്ടർമെലൻ്റെ.
പക്ഷെ വേറൊരു രസം കൂടി ഉണ്ടായി. വെറും 10 മാസം എടുത്തുള്ളൂ മാംഗോ പൈനാപ്പിൾ കായ്ക്കാൻ. ഇതും നല്ല തണ്ട് കനം ഉണ്ട് അടിയിൽ. നല്ല വലുപ്പമുള്ള ചക്ക വരുമെന്ന് വിചാരിക്കണം. ഇതാണ് മാംഗോ പൈനാപ്പിൾ. ഈ മാംഗോ പൈനാപ്പിളും വാട്ടർമെലൺ പൈനാപ്പിളും MD സീരീസിൽ പെട്ടതാണെന്നാണ് അറിയുന്നത്. അതായത് MD2 ഡോൾ എന്ന് പറയുന്നൊരു കമ്പനി, പിന്നെ ഡെൽമോണ്ടോയുടെ കമ്പനിയാണ് അവർ ഈ വികസിപ്പിച്ചെടുത്ത ആൾക്കാർ വിൽക്കാനായിട്ട് MD2 എന്ന് പറഞ്ഞ് കൊടുത്തത്. അതായത് ഏതൊരു ആ സൈറ്റിലെ മാനേജർ, ഈ പൈനാപ്പിളിൻ്റെ മാനേജർ ആളുടെ ഭാര്യയാണ് മില്ലി ഡില്ലാഡ്. അപ്പോൾ അവരുടെ കളക്ഷനിലൊരു 73 എന്ന് പറയുന്ന നമ്പറിൽ 114 എന്ന് പറഞ്ഞ നമ്പറും കൂടെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയതാണ് MD2 എന്നാണ് പറയുന്നത്. അവരത് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ എന്നും പറയുന്നുണ്ട്. പിന്നെ ഇതേ സെയിം ടെക്നോളജിയും സെയിം പരിപാടി ഉപയോഗിച്ച് ഒരു മലേഷ്യൻ ബേസ്ഡ് കമ്പനി ഇവർ റിസർച്ച് ചെയ്ത് ഇവരിത് പുതിയ ഇനങ്ങളുണ്ടാക്കി. അപ്പോൾ ആ സീരീസിലുള്ളതാണ് ഈ മാംഗോയും അവിടുത്തെ വാട്ടർമെലണും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പൈനാപ്പിളിൻ്റെയൊക്കെ ഈ പൂ വരുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ഭാഗം ഇലകളൊക്കെയും ചുവപ്പായിരിക്കും. പക്ഷേ ഈ വാട്ടർമെലൻ്റെ ആയാലും MD2 ആയാലും മാംഗോയുടെ ആയാലും ആ സീരീസിൽ പെട്ടതിൻ്റെ ഒക്കെ ഇത് വൈറ്റ് കളറാണ്. കണ്ടോ, മാംഗോയുടെ വൈറ്റ്. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു വാട്ടർമെലൻ്റെയും വൈറ്റാണ്. ഇതാണിപ്പോൾ കായ്ച്ചിട്ടുള്ള ഇത്രയും പൈനാപ്പിളുകൾ. ബാക്കി പൈനാപ്പിളുകൾ വരുന്ന മുറയ്ക്ക് അറിയിക്കാം.